2026 കേരള രാഷ്ട്രീയത്തിൽ സമൂലമായ മാറ്റം സംഭവിക്കും. അത് ഉറപ്പായ കാര്യമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് വായിച്ചെടുക്കുന്ന ഏതൊരാൾക്കും പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അത് LDF-ൽ CPM-ൽ പിണറായി വിജയനെ വല്ലാതെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. ആ മാറ്റമെന്ന് പറയുന്നത് പല സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും അത് BJPക്ക് അനുകൂലമായിട്ട് മാറുന്നതാണ്. അതായത് BJPയിലേക്ക് ഒരു ഒഴുക്ക് സൃഷ്ടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ പലവട്ടം പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. 2016 പിണറായി വിജയൻ ആരെ പ്രീണിപ്പിക്കുന്നു? ന്യൂനപക്ഷ സമുദായങ്ങളെ മുഴുവൻ പ്രീണിപ്പിക്കുകയുണ്ടായി. ക്രൈസ്തവ സഭയുടെ നല്ല പിന്തുണയോടും കൂടിയാണ് ജോസ് കെ മാണി അടക്കമുള്ളവരെ LDF-ലേക്ക് 2021 കൊണ്ടുവരുന്നത്. അപ്പൊ 2016 2011 മുതൽ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് എതിരായിട്ടുള്ള വലിയൊരു നീക്കം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് 16 അധികാരത്തിൽ വരികയും പിന്നീട് അങ്ങോട്ട് മുസ്ലിം പ്രീണനം നടത്തുകയും കോവിഡ് കാലത്ത് നമുക്കറിയാം പിണറായി വിജയന്റെ മകളെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിലെ ഒരുവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയൊക്കെ ചെയ്തത് ആ ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു അമിത പ്രീണനം തന്നെയായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിലാണ് ഈ ക്രൈസ്തവ സഭയെ കൂടുതൽ കൂട്ടിച്ചേർക്കാനും ശ്രമിച്ചത്. പക്ഷേ കുറച്ചു നാൾ പിന്നിടുമ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെ കേട്ടു തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ പിന്നീട് ഈ ക്രൈസ്തവ സഭയെയും മുസ്ലിം സമുദായത്തെയും മുഴുവൻ പാടെ അവഗണിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. കാര്യത്തിന് വേണ്ടി മാത്രം ന്യൂനപക്ഷ സമുദായങ്ങളോടുള്ള ഒരു അമിത പ്രീണനം നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ചോർച്ച ഉണ്ടായി. അതായത് ഈ ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് കൂടുതലായിട്ട്. ആലപ്പുഴ മണ്ഡലമാണ് അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ട് വർധനവ്, അത് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള നല്ല പങ്ക് വോട്ട് അങ്ങോട്ടേക്ക് പോയി എന്ന് CPM കണക്ക് എടുത്തിട്ടുള്ളതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ തുറന്നു പറയുന്ന കാര്യം വളരെ കുറവ് മാത്രമാണ്. പക്ഷെ ആ പറഞ്ഞ കാര്യം കണക്കിൻ്റെ കാര്യത്തിൽ ഇവിടെ അത് കൃത്യം ശരിയുമാണ്. അപ്പോൾ ഈ ഹൈന്ദവ വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വലിയ ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത്. പക്ഷെ അതിനിടയ്ക്കാണ് ഈ ഹൈന്ദവ വോട്ടുകളെ മുഴുവൻ ഏകീകരിച്ചു കൊണ്ടുവരാനായിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പുതിയ നീക്കം നടത്തുകയാണ്. അത് NSSന്റെ ആയാലും SNDP എല്ലാം തന്നെ BJPയുടെ ആ ഒരു തട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ നോട്ടമിട്ടിരിക്കുന്നത്. ഈ SNDPയുടെ ചോർന്ന വോട്ട് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഇടയ്ക്ക് വെള്ളാപ്പള്ളിയെ ഏറെ വാഴ്ത്തി. വെള്ളാപ്പള്ളിയുടെ 30 വർഷം സരസ്വതി വിലാസം കളിയാടുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേ നാവ് കൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ വളരെയധികം അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ എന്തിനാണ് ഈ ഈഴവ പ്രേമം കാണിക്കുന്നത്? വോട്ട് മുഴുവൻ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഹൈന്ദവരുടെ വോട്ട് മുഴുവൻ ഏകീകരിച്ചുകൊണ്ട് വീണ്ടും 2026 അധികാരത്തിൽ വരാം എന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന നീക്കവും ഈ ഹൈന്ദവരുടെ വോട്ട് സമാഹരിക്കുന്നതും അത് പിണറായി വിജയൻ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ NSS ആയാലും SNDP ഒക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കേരളത്തിലെ പ്രവർത്തികളെ ഒക്കെ വേണ്ട തരത്തിൽ പുകഴ്ത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് ഒരു സൈനിക സ്കൂള് അനുവദിച്ചു. ഈ സൈനിക സ്കൂള് തിരുവനന്തപുരത്തുള്ള മന്നം മെമ്മോറിയൽ സ്കൂളിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു സ്വകാര്യ സംരംഭമായിട്ട് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ആദ്യമായിട്ടാണത് സൈനിക സ്കൂൾ. ഇപ്പോൾ നിലവിലുള്ള സൈനിക സ്കൂള് കഴക്കൂട്ടത്താണ്. ഇതല്ലാതെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അതിന് ഏറെ പ്രശംസിച്ചിട്ടുണ്ട് NSS.
അപ്പൊ ഇതെല്ലാം അനുകൂല സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതും വ്യക്തമാണ്. അതുപോലെ തന്നെ SNDP-യില് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ വെള്ളാപ്പള്ളി പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഭാര്യ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി ആലപ്പുഴയിൽ പ്രവർത്തിച്ചു. അങ്ങനെ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP മുന്നിട്ട് നിൽക്കുന്നത്. 18 ഇടങ്ങളിൽ 2ാം സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ഇപ്പോൾ മുമ്പോട്ട് വച്ചിരിക്കുന്നത് 40 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അതിൽ 20 എണ്ണം വിജയസാധ്യത ഉള്ളത് തന്നെ ഉറപ്പാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ 4 മണ്ഡലം ഉറപ്പായിട്ടുള്ളതാണ്. ഇതിനകത്ത് വിഭാഗീയത ഒന്നും തന്നെ ഇപ്പോൾ തലപൊക്കുന്നില്ല. അവരെല്ലാം തന്നെ പത്തി മടക്കി നിൽക്കുകയാണ്. കാരണം മോദി അമിത്ഷാ കൂട്ടുകെട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. തന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2026 നിയമസഭയിൽ, കേരള നിയമസഭയിലെ BJP-യുടെ പ്രാതിനിധ്യം ഉണ്ടാകും എന്നും. അതുകൊണ്ട് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ നീക്കത്തെ UDF ആയാലും LDF ആയാലും ഒരുപോലെ ഭയക്കുന്നുണ്ട്. MV ഗോവിന്ദൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടില്ലേ, പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പോലും BJP-യുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ ഹൈന്ദവ വോട്ടുകൾ കൂടുതൽ ഏകീകരിച്ചുകൊണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ക്രൈസ്തവ വിഭാഗം കൂടുതലായിട്ടും BJP-യോടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. വഖഫ് ഭേദഗതി ബില്ലിന്റെ കാര്യത്തിലും അങ്ങനെ നിരവധി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ക്രൈസ്തവരെ കൂടുതലായിട്ട് ചേരുന്നുണ്ട്. ക്രൈസ്തവർക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൃത്യമായി കേന്ദ്രത്തിൽ ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജോർജ് കുര്യനും ഷോൺ ജോർജും ജേക്കബ് തോമസും അൽഫോൻസ് കണ്ണന്താനവും ഇങ്ങനെയുള്ള ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരുടെ ഒരു നേതൃത്വം കൂടി ഉണ്ടെന്നുള്ളതാണ്. ആ നേതൃത്വം ഒക്കെ ശക്തമായി ഇടപെടുന്നത് കൊണ്ട് തന്നെ BJP-യും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ബിഷപ്പുമാരുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമായി തീർന്നിരിക്കുകയാണ്. ആ ദൃഢത കേരളത്തിൽ ഒരു വേരോട്ടം കുറിക്കും എന്നുള്ളത് കൂടിയാണ്. ഇത് LDF-നും അറിയാം, UDF-നും അറിയാം ക്രൈസ്തവ വിഭാഗം BJP-യോടൊപ്പം ചേരുന്നു എന്നുള്ളത്. ക്രൈസ്തവ വിഭാഗം ഒരു കാലം വരെ എവിടെയായിരുന്നു എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാവുന്നതാണ്. കോൺഗ്രസിനോടൊപ്പമാണ്, UDF-നോടൊപ്പമാണ്. ഇവിടെ ലീഗിന്റെ അപ്രമാദിത്വം കാരണമാണ് ക്രൈസ്തവ സമുദായം കോൺഗ്രസിൽ നിന്ന് അകലാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ നോക്കിക്കോ, സംഭവിക്കാൻ പോകുന്നത് ലീഗ് തന്നെ ഈ കോൺഗ്രസിൽ നിന്ന് അകലും, UDF-ൽ നിന്ന് അകലാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് 2026. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 2026 കേരള രാഷ്ട്രീയത്തിനകത്ത് സമൂലമായ മാറ്റം സംഭവിക്കും. വലിയ സമവാക്യങ്ങളായിരിക്കും രൂപപ്പെടുന്നത്. നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇനിയും കൃത്യം ഒരു വർഷം നിൽക്കുകയാണ്. ഒരു വർഷത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഇവിടെ NSS-ന്റെയും SNDP-യുടെയും വലിയ പിൻബലം കിട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ 40 സീറ്റ് മുന്നിൽ കാണുകയും അതിൽ 20 സീറ്റ് വിജയസാധ്യത കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് NSS-ന്റെയും SNDP-യുടെയും പിന്തുണ ഉറപ്പായത് കൊണ്ട് തന്നെയാണ്.